ഭിന്നശേഷി സംവരണ വിഷയത്തിലുള്ള സമരം പൊതുവിദ്യാഭ്യാസം നിലനിർത്താനുള്ള സമരമാണ് എന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് പറയും. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമന പ്രതിസന്ധി സർക്കാരിന് ഒറ്റ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്നതേയുള്ളൂ. വീണ്ടും അത് കോടതി കയറ്റി നീട്ടിക്കൊണ്ടു പോകുന്നത് കൂടുതൽ പ്രതിസന്ധിക്ക് ഇടയാക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം 16-ന് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് ഉറപ്പു നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദാനം പാലിക്കപ്പെടാത്തത് ദുരൂഹമാണ്. ഇതിനു പിന്നിൽ നിഗൂഢ അജണ്ടയുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ നിയമനം നീണ്ടുപോയാൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിലൂടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ സംഘടിതമായ നീക്കം നടക്കുകയാണ്. ക്രൈസ്തവ വിദ്യാലയങ്ങളെ വർഗീയ കേന്ദ്രമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം വില പോവില്ല. രാഷ്ട്രീയ പാർട്ടികളും ഇത് കണ്ടിട്ട് നിശബ്ദമായി ഇരിക്കുന്നത് സങ്കടകരം തന്നെയാണ്. മറ്റു രാജ്യത്തായിരുന്നു എന്നുണ്ടെങ്കിൽ പറുദീസ ആകുമായിരുന്നു കുട്ടനാടിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് എന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞിരിക്കുകയാണ്. മുൻപ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിലും നിലപാട് വ്യക്തമാക്കിയിരുന്നു തോമസ് തറയിൽ. സെന്റ് റീത്ത സ്കൂൾ അധികൃതർ തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിൽ വീണ്ടും ചിലർ അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്നത് കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന് കരുതേണ്ടി വരുമെന്നും ബിഷപ്പ് പറഞ്ഞിരിക്കുകയാണ്. വോട്ട് കിട്ടാൻ മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പം വർഗീയമായി ഭിന്നിപ്പിക്കുകയാണ് എന്നതിലേക്ക് മതേതര പാർട്ടികൾ ചുവടുമാറുന്നതിന്റെ അടയാളമാണോ ഇത്? ഈ വിവാദത്തിന്റെ പേരിൽ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ചയെ മുതലെടുക്കാൻ ഇപ്പോൾ തന്നെ അവർ ശ്രമം തുടങ്ങിയിട്ടുണ്ടാകും. മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള കുൽസിത തന്ത്രങ്ങൾ കേരളീയരുടെ പൊതു മനസാക്ഷി തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു.